ഹലോ. അപ്പം നമുക്കിന്ന് സൗന്ദര്യത്തെ പറ്റി പഠിച്ചാലോ? പഠിക്കലല്ല കേട്ടോ, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയില്ല. അപ്പം എല്ലാ വീഡിയോയിലും ഞാൻ ഒറ്റയ്ക്കാണ് വരാറുള്ളത്. ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ ഒരാളും കൂടി ഉണ്ട്. വേറെ ഒന്നല്ല, കറക്റ്റ് ഞാൻ വീഡിയോ എടുക്കാനിരിക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരനെ എണീറ്റു. അപ്പം പിന്നെ പുള്ളിക്കാരനെ കൊണ്ടിരുന്നു, അത്രേ ഉള്ളൂ. ഇന്നൊരു നല്ല ദിവസമാണ് കേട്ടോ, വെയിലൊക്കെ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ഒരു ദിവസം വെയിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. എനിക്കതുപോലെ തന്നെ സന്തോഷമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, സൗന്ദര്യം. നമ്മളെല്ലാവരും സൗന്ദര്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്താണ്? നല്ല വണ്ണം കുറഞ്ഞ് വെളുത്ത് നല്ല മുടിയൊക്കെ ആയിട്ട് നല്ല വിടർന്ന കണ്ണുള്ള അങ്ങനെയൊക്കെയാണല്ലോ വിചാരിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു കുട്ടി ജനിക്കണതിന് മുന്നേ ആയിട്ട് അയ്യോ എൻ്റെ കൊച്ചു നല്ല വെളുത്തിരിക്കണം, എന്താ പറയുക, നല്ല വണ്ണത്തിൽ നല്ല തുടുത്തിരിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ കൾച്ചർ പഠിപ്പിച്ചിട്ടുള്ള സൗന്ദര്യമാണ്. ശരിക്കും ആ സൗന്ദര്യത്തിലൊന്നും നല്ലതോ കാര്യം. ശരിക്കുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് വേണ്ടത്. ആ മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പാരിസൺ ഒഴിവാക്കാണ് ചെയ്യേണ്ടത്. എന്താണ് കമ്പാരിസൺ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് വർഷത്തിന് ശേഷം നമ്മളൊരു ഫ്രണ്ടിനെ കാണാമെന്ന് വിചാരിക്കുക. ചിലപ്പോൾ അവർ ഒരു ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ വണ്ണമൊക്കെ കൂടിയിട്ടുണ്ടായിരിക്കും. എന്താ പറയുക, മുൻപത്തെ അത്ര ഒരു മുടിയൊക്കെ പോയി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവരെ കാണുമ്പോൾ തന്നെ അയ്യോ നീ എന്താ ഇങ്ങനെയായേ അങ്ങനെ പറയാതെ ഇത് നീ അടിപൊളിയായിട്ടുണ്ടല്ലോ, എത്ര നാളെ കണ്ടിട്ട്, അങ്ങനെ അവരുടെ എനർജി കൂട്ടുന്ന രീതിയിലൊന്ന് സംസാരിച്ച് നോക്കി. എന്തൊരു സന്തോഷമായിരിക്കില്ല അവർക്ക് സന്തോഷം വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ നമുക്ക് സന്തോഷം വരില്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മറ്റുള്ളവരെ എന്താ പറയുക ക്രിട്ടിസൈസ് ചെയ്യാണ്ടിരിക്കുക, മാക്സിമം ബോഡി ഷേമിങ് ചെയ്യാണ്ടിരിക്കുക. അവരുടെ ബോഡി ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അല്ലേ നമ്മൾ എങ്ങനെയായിരിക്കണം, നമ്മൾ ജനിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, വളരുമ്പോൾ എങ്ങനെയായിരിക്കണം, അതൊക്കെ ദൈവം തീരുമാനിച്ചിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലോട്ട് വിട്ടിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചായിരിക്കട്ടെ നമ്മൾ എപ്പോഴും മാക്സിമം നെഗറ്റീവ്സിൽ നിന്ന് പോസിറ്റീവിലോട്ട് പോവുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ സെൽഫ് ലവ് ആവശ്യമാണ്. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മളുടെ എപ്പോഴും അയ്യോ എനിക്ക് വണ്ണില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് വണ്ണം കൂടിയില്ല, എനിക്ക് കളറില്ലല്ലോ, എനിക്ക് കളർ കുറവാണല്ലോ, അങ്ങനെയൊക്കെ ആലോചിച്ച് അതൊക്കെ വിടുക. അതൊന്നല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരത്തിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ്സും പ്ലസ് കോൺഫിഡൻസും കൂടിയിട്ടുള്ളതാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ശരീരമാണ് നമുക്ക് വേണ്ടത്. അതിനേക്കാൾ ഉപരി നല്ലൊരു മനസ്സിനുടമകളാവാണ് ചെയ്യേണ്ടത്. നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം. എന്നാലും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇങ്ങനെ കുഞ്ഞു കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നമ്മൾ എന്താണ് ബോഡി ഷേമിങ്ങും അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി മാക്സിമം മറ്റുള്ളവർക്ക് സന്തോഷത്തോടെ ഇരിക്കാനുള്ള 2 വാക്കെങ്കിലും പറയാനായിട്ട് ശ്രദ്ധിക്കുക. അത് തന്നെയാണ് നമ്മുടെ സന്തോഷം. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.